അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും കാണാം. ഇറ്റ്സ് എ ചാൻസ്. എടാ മക്കളെ, നമ്മുടെ മനസ്സ് വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അതേസമയം കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് ആണെങ്കിൽ നമുക്ക് അതെന്താണ് ഒരു ചലഞ്ചിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുക അല്ലെ. ഇനിയിപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട്, അതായത് നമ്മൾ വളരെയധികം പോസിറ്റീവിൽ ഇരിക്കുവാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണുക അല്ലെ. അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ PSCയിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് 2027 വരുന്ന LDC എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാൻസ് അല്ലെ. സോ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാർഡ് വർക്കിനെ കാട്ടും ചിലപ്പോൾ നമുക്ക് സ്മാർട്ട് വർക്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയവരുമുണ്ട്, ഇനി നേടാൻ പറ്റുന്നവരുമാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ LDC എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പല പല വീഡിയോസ് നിങ്ങൾ കണ്ടു, നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാം ആക്കി വെച്ചേക്കുവാണ്. പക്ഷേ പഠനം തുടങ്ങിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളൊരു സ്മാർട്ട് വർക്ക് ആയിട്ടാണോ പഠിക്കുന്നത് എന്നൊന്ന് രണ്ടാമതൊന്ന് റീതിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനുള്ളൊരു ഉത്തരം നോ എന്നായിരിക്കും അല്ലെ. സോ അങ്ങനെയുള്ളൊരു ഉത്തരം, നോ എന്ന് പറയുന്ന ഉത്തരം നമുക്ക് എസ് ആക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് എന്നുള്ളതിൻ്റെ കൂടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം അല്ലെ. സോ നമുക്ക് PSC തന്നിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും LDC എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നവര് ഇതെല്ലാം വായിച്ചിട്ടിരിക്കുന്നവരായിരിക്കും, എനിക്കറിയാം. പക്ഷേ നമ്മൾ അതിനകത്തുനിന്ന് പിക്ക് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പിക്ക് ചെയ്തെടുക്കേണ്ട ഒരു 50 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ആ ടോപ്പിക്സ് വെറുതെ എന്താണെന്ന് മാത്രമല്ല, ഒരു ടോപ്പിക് എടുത്താൽ നമ്മൾ ആ ടോപ്പിക് എങ്ങനെയാണ് ഓർത്തിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ടോപ്പിക് എങ്ങനെയാണ് മുഴുവൻ പഠിച്ചു തീർക്കുക എന്നുള്ളൊരു ടിപ്പും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ളവര് ഈ മുഴുവൻ വീഡിയോയും കണ്ടിട്ടേ പോവാവൂ. ഓക്കെ, ആ കോർ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതായത് ആ 50 ടോപ്പിക്സ് നമ്മൾ എങ്ങനെ പഠിക്കും എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറെ വിപ്ലവങ്ങളുണ്ട്, പിന്നെ പ്രക്ഷോഭങ്ങളുണ്ട്, അതുമായിട്ട് റിലേറ്റഡ് കേരള നവോത്ഥാനമുണ്ട്, അപ്പം ഐക്യരാഷ്ട്ര സംഘടന, ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു 1, 2, 3, 4, 5, 6, 7 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇത് കംപ്ലീറ്റ്ലി പഠിച്ചു വെക്കുക എന്ന് പറയുന്നതാണ് ആ ഹിസ്റ്ററിയെ സംബന്ധിച്ച്. സോ ഇത് വെറുതെ പറയുന്നതല്ല, പലപ്പോഴും PYQs അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഒരു സ്റ്റഡി പ്ലാൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഹോട്ട് ടോപ്പിക്സ് എല്ലാം നമ്മൾ സെറ്റ് ആക്കുന്നത്. സോ ഇത് കുറച്ചുകൂടി ഉപകാരപ്പെടും. അതായത് ഒരു സിലബസിൽ നിന്ന് ചിലപ്പം അറിയാത്ത ഒരാൾക്ക് ഈ സിലബസിൽ എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമുക്കാണെങ്കിലും ശരിയാണ്, ഈ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനെക്കാട്ടും നമ്മൾ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ഇരുന്ന് നമ്മൾ പറയത്തില്ലേ, നാളെ വരാൻ പോകുന്നതിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക അല്ലെ. സെയിം സാധനം തന്നെയാണടാ. അപ്പൊ നമ്മൾ നോക്കേണ്ട കുറച്ച്, നമുക്ക് എപ്പോഴും നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അവിടെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം വന്നിരിക്കണം, നമുക്കത് എഴുതാൻ പറ്റണം, നമ്മൾ അതിന് മാർക്ക് വാങ്ങണം. അതല്ലയോ നമ്മുടെ മനസ്സിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അവിടെയാണ് നമ്മൾ നോക്കി ഈ പറയുന്ന സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. എല്ലാം പഠിക്കുക എന്നുള്ളതിനെക്കാട്ടും സ്കിപ്പ് ചെയ്യേണ്ടത് അങ്ങ് സ്കിപ്പ് ചെയ്യുക, എടുക്കേണ്ടത് മാത്രം അങ്ങ് എടുക്കുക എന്നുള്ളത്. സോ ചരിത്രത്തെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഇനി അടുത്ത ഭൂമിശാസ്ത്രത്തെ പറ്റി നോക്കുവാണെങ്കിൽ ഈ ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ അന്തരീക്ഷമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ധാതുക്കൾ, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കണം, പിന്നെ കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ, ഇവിടെ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ആ ഒരു മേഖലയിൽ നമ്മൾ ആ ഒരു പോർഷൻ, ഈ പറയുന്ന പോർഷൻസിന് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, പഠിക്കുക. അടുത്ത ധനതത്വശാസ്ത്രം കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് പോകുന്നതാണ്. പിന്നെ നീതി ആയോഗ ഈ കഴിഞ്ഞ നമ്മുടെ ഒരു PYQ അനാലിസിസ് എടുത്ത് നോക്കിയാൽ പോലും ഈ പറയുന്ന എല്ലാം, അതായത് ഈ നടന്നു പോയിട്ട് LDC എന്നുള്ളൊരു എക്സാം മാറ്റി വെക്കട്ടെ, അതായത് ഇതിന് മുന്നോട്ട് നടന്നിട്ട് പോയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എടുത്ത് നോക്കിയാൽ പോലും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് നമ്മൾ
മനസ്സിലാക്കുക. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളും ഹരിത വിപ്ലവവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഈ സിലബസ് എടുത്ത് നോക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്താൻ പറ്റാത്തൊരു മേഖലയാണെന്ന് നമുക്കറിയാം അല്ലേ. സോ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ സഭ കുറിച്ച് ആലോചിക്കാം, മൗലിക അവകാശങ്ങൾ, ഭരണഘടനാ ഭേദഗതികൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി പറയുന്ന ലിസ്റ്റുകൾ, ഇതെല്ലാം നമ്മളൊന്ന് നോക്കാം. പിന്നെ ഈ ചില കാര്യങ്ങളൊക്കെ ഈ കടമെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. അതൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യമാണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ടോപ്പിക്കാണ്. ഒരു സിലബസ് ആദ്യമേ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. നമ്മുടെ വൈഷ്ണവ് സാറ് പറയുന്നത് പോലെയാണ് ഞാനും ഇവിടെ ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതായത് സിലബസ് എപ്പോഴും എന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ വെക്കുക എന്നുള്ള കാര്യം. ഓരോ പോർഷനും കഴിയും തോറും നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് പോകുക. ഒന്നുകൂടെ നോക്കാനുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇൻറ്റു മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണോ അത് ചെയ്യാൻ പറ്റുക, ആ ഒരു അടയാളം ഒക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അടുത്തതിലോട്ട് നോക്കുവാണെങ്കിൽ പിന്നെ ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കാനുള്ളത്. അതിനകത്ത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദുരന്ത നിവാരണം, തണ്ണീർത്തട സംരക്ഷണം, കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ. അപ്പൊ ആ 3 ടോപ്പിക്കിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അതിനകത്ത് പിന്നെ ഒന്നും ഇടാൻ നിൽക്കരുത്. അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും സംബന്ധിച്ചാണെങ്കിൽ ജീവകങ്ങളുടെ വിറ്റാമിൻ അല്ലെ, ഉറപ്പായിട്ട് വന്നു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിറ്റാമിൻ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ നമ്മുടെ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സും, അതായത് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻസ് അല്ലെ പുതുതായിട്ട് ഇപ്പൊ തുടങ്ങാറുണ്ട്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതാണ്ട് ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദർപ്പണം, ലെൻസ്, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു പോകാറുണ്ട്. അപ്പൊ ചലന നിയമങ്ങൾ, പിന്നെ ഗുരുത്വാകർഷണം, പ്രകാശ പ്രതിഭാസങ്ങൾ, ഈ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് മാറി ടോപ്പിക്സ് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കുക. അടുത്ത നമ്മുടെ കെമിസ്ട്രിയെ സംബന്ധിച്ച്, രസതന്ത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ആറ്റം ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ നമ്മുടെ മെറ്റൽസും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലായനികൾ, pH മൂല്യം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ കലാകായിക സംസ്കാരത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ചിത്രകലകൾ അല്ലെങ്കിൽ കലയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ദൃശ്യകലകൾ, ശ്രവ്യകലകൾ എന്ന് തിരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അവിടെ കഥകളി, കൂടിയാട്ടം, മുടിയേറ്റ്, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. സംഗീതത്തിലാണെന്നുണ്ടെങ്കിൽ സോപാന സംഗീതം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതുപോലെ കൾച്ചറെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ചരിത്രം, അതായത് നമ്മുടെ ചിത്രകലകൾ, അതായത് ഗജേന്ദ്രമോക്ഷം അല്ലെ, പെയിന്റിങ്സ്, നമ്മൾ അവിടെ ആ ഒരു ഗജേന്ദ്രമോക്ഷം ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഏത് കൊട്ടാരത്തിലാണ്, ആരാണ്, എന്താണ് അതിന്റെ പ്രത്യേകത, ഇതെല്ലാം നമ്മൾ അവിടെ പഠിച്ചു വെക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓണം, പിന്നെ ഫെസ്റ്റിവൽസ് അല്ലെ, ഓണമായിട്ട് അത്തച്ചമയം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങള്, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. സോ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ അത്തച്ചമയത്തിനെ കുറിച്ചുള്ള, ഓണത്തിനെ കുറിച്ചുള്ള, ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓണം ആദ്യം പരാമർശിച്ചിട്ടുള്ള കൃതി ഏതാണ്, ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന മധുരൈ കാഞ്ചിയാണ് കേട്ടോ. ഓണം റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള, ഓണം ആദ്യമായിട്ട് പരാമർശിച്ചിട്ടുള്ള സംഘകാല കൃതിയൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. സോ അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സ്പോർട്സിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് നടന്ന വേദികളുടെ പേര്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വയ്ക്കുക. 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് അവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ ലിറ്ററേച്ചറെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആദ്യകാല കൃതികളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTയുടെ കഥാപാത്രങ്ങളും കൃതികളും, ആ ഭാഗം ഒന്ന് നോക്കി വയ്ക്കുക. തൂലികാനാമങ്ങളും അപരനാമങ്ങളും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക.
പിന്നെ വരികൾ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ടോപ്പിക്സ് ആണ്. പിന്നീട് നമുക്ക് ഗ്രാമറിലേക്ക് പോകുമ്പോൾ ആ 10 ടോപ്പിക്കും വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതിനകത്ത് മാറ്റി നിർത്തുന്ന പരിഭാഷ, ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. കാര്യം അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെയുള്ളൊരു സ്റ്റൈലിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അത് മിക്കവാറും PYQ നമ്മൾ റിവൈസ് ചെയ്താൽ മാത്രമാണ് കിട്ടുക. ഒരുപാട് PYQസിൽ നിന്ന് തന്നെയായിരിക്കും ശൈലിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വരിക. അപ്പം ഈ പറയുന്ന ഭാഗമെല്ലാം അവിടെ എന്ത് ചെയ്യുക, സെറ്റ് ആക്കുക. സോ ലിറ്ററേച്ചറെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അനലൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ എന്ത് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നെറ്റ്വർക്കുകൾ, വിവിധ തരത്തിലുള്ള നെറ്റ്വർക്ക്, പിന്നെ ഇമ്പോർട്ടൻറ്റ് IT ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഒരു മേജർ ടോപ്പിക്സ് ആണെന്നുള്ളതിൽ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും വിട്ടുപോകാതെ അതുമായിട്ട് റിലേറ്റഡ് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു ഭാഗം പഠിച്ചു തീർക്കാം. ഇനി നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരികയാണ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു ദാക്ഷിണ്യവും നിങ്ങൾ വിചാരിക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് ISRO ഇമ്പോർട്ടൻ്റ് ആണ്, നിയമനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഉച്ചകോടിയും വേദികൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ മേജർ അവാർഡ് നിങ്ങൾ എങ്ങനെ പഠിക്കും? 26-ലല്ലേ, 27-അല്ലേ? അപ്പൊ നമ്മൾ 26 അല്ല, 23, 24, 25 ഇനിയിപ്പോ 2-3 വർഷമേ മുന്നോട്ടുള്ളൂ. 20 തൊട്ട് അല്ലെങ്കിൽ 21 തൊട്ട് പഠിച്ചാലും ഒരു പ്രശ്നവുമില്ല. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ജ്ഞാനപീഠ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഓടക്കുഴൽ അവാർഡ്, അതായത് ക്ലിയർ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ എഴുത്തച്ഛൻ അവാർഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ചോദിച്ചു വന്നിട്ടുള്ളതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കറിയാം ആനുകാലികം എന്ന് പറയുന്നത് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തതാണ് LDC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല, അതാണ് ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് തന്നെ കൊണ്ടുവന്നത്. അത് നമുക്ക് കുറച്ച് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഈ മലയാളം MEM നമുക്ക് ഈ പറയുന്ന പോലെ ആനുകാലികവും പഠിക്കാൻ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സ്റ്റഡി പ്ലാനിലോ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് എണ്ണം കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ അതാണ് പറയുന്നത്. കാര്യം ഇതെല്ലാം കുറച്ചുകൂടി മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ 1-2 ദിവസത്തിന്റെ ഗ്യാപ്പ് എടുത്താൽ പോലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഈ MEM പോലുള്ള സബ്ജക്റ്റും പിന്നെ അതേപോലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നും ഡെയിലി പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ആ ലെക്ചർ നോട്ട്സ് എഴുതി വെക്കുമ്പോൾ നിങ്ങളൊന്ന് അതിലൂടെ ഒന്ന് പോയി നോക്കുക. ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുത്തു എന്ന് വെച്ചോളൂ. ആ ടോപ്പിക് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടാണ് പഠിക്കുന്നത് എന്ന് വെച്ചോളൂ. ഇപ്പൊ പുസ്തകം വായിച്ചല്ല, അല്ലെങ്കിൽ റെഫറൻസ് ചെയ്തല്ല, ഇപ്പൊ ഒരു ക്ലാസ് കാണുകയാണ്, ഉറപ്പായിട്ടും നിങ്ങളേതായിട്ടുള്ള ഒരു ലെക്ചർ നോട്ട് ഉറപ്പായിട്ടും സെറ്റ് ആക്കി വെക്കുക. ലെക്ചർ നോട്ട് എന്ന് പറയുമ്പോൾ 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ കയ്യിൽ സംഭവങ്ങളുണ്ട്, എപ്പോൾ എടുത്ത് നോക്കാനാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആ ഒരു റഫ് കോപ്പി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്, അല്ലെ? അതേപോലെ നമ്മുടെ കൈയക്ഷരത്തിൽ എഴുതുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. കേട്ട കാര്യം കണ്ട കാര്യമൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒരിക്കൽ കൂടെ എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ പതിയാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ടുള്ള ലെക്ചർ നോട്ട്സ് എഴുതി പോവുക. പഠിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് പെൻസ് ഒക്കെ യൂസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു കോളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കിളോ ഒക്കെ വരച്ച് അതിനകത്ത്, അതായത് മറന്നു പോകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയും. ഇപ്പം ജ്ഞാനപീഠത്തെ സംബന്ധിച്ചാണെങ്കിൽ 6 മലയാളികളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 6 മലയാളികളെ ജസ്റ്റ് ഒരു ബോക്സ് വരച്ച് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ ഡെയിലി നോക്കുമ്പോൾ ആ 6 മലയാളികളുടെ പേരിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോടാ, നിങ്ങളെ ഏതെങ്കിലും എക്സാമിന് ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എക്സാം ഹാളിൽ ഇരുന്ന് പോലും നമുക്കറിയാം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇന്ന പേജിൽ ഇന്ന സൈഡിൽ ഈ പെന്നിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്
ഇങ്ങനെയുള്ള കൈ എനിക്ക് എക്സ്പീരിയൻസ് ആണ്, ഞാൻ ആ സെയിം കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. സോ ലക്ഷ്യ നോട്ട് ഉണ്ടാക്കുക. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പറേഷൻ വേണം. ഇനി എത്ര PDF എടുത്ത് പഠിച്ചു, എത്ര കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ, അതെല്ലാം ഇരുന്നോട്ടെ, നല്ലതാണ് വായിക്കാൻ. യാത്രയോ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കൈ അക്ഷരത്തിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ടാണ് എപ്പോഴും ഉപകാരപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇനി ഒരു ടോപ്പിക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിന് ഫസ്റ്റ് ഒരു ടൈം ലൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ VTA കുറിച്ച് പഠിക്കുവാണെന്ന് വെച്ചോളൂ. VTA കുറിച്ച് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ VTA ജനനം മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, പ്രധാനപ്പെട്ട വാക്കുകൾ, അതായത് സെന്റൻസ് ആയിട്ട് എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, പ്രധാനപ്പെട്ട വാക്കുകൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ ആ ഒരു പേപ്പർ നാളെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 10-20 പേപ്പർ വായിക്കുന്നതിനെക്കാട്ടും എഫക്റ്റീവാണ് ഈ ഒരു 6 പോയിന്റ് വായിച്ചാൽ VTA പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് സെറ്റ് ആവും. സോ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഈ 50 ടോപ്പിക്സ് പഠിക്കുന്നതോടൊപ്പം ഈ 50 ടോപ്പിക്സ് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്തതാണ്. സിലബസ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ആദ്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞ ടോപ്പിക്സ് എന്ന് ഓർത്തു വെക്കുക. ഇനി ഈ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണോ എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ് നിർത്തിയത്. സോ അത്തരത്തില് നിങ്ങളൊന്ന് സെറ്റ് ആയിട്ട് നോക്കടാ. എടാ ഇനിയിപ്പോ ആ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടി നമ്മുടെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ. അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ സ്റ്റഡി പ്ലാനോടുകൂടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസോടുകൂടി ഈ പറയുന്ന എങ്ങനെ പഠിക്കണം, ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആണ്. സോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ യാതൊരുവിധ ടെൻഷനും വേണ്ട, ഒരുപാട് സമയമുണ്ട്. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പറയുന്ന രീതിയിലൊക്കെ ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, വിട്ടുകൊടുക്കരുതടാ. അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും കാണാം.